ഹബീസർ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ വർഷവും ഈ വീട് നല്ല വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചിടുമായിരുന്നു ഈ മാസത്തില്. അമ്മോ ഇച്ചിരി കുറയ്ക്കമ്മേ. ഒട്ടും കുറയ്ക്കുന്നില്ല. എന്തിനാ കുറയ്ക്കുന്നത്? അവളൊരു വർത്താനം കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കില്ലെങ്കിലും കുറച്ച് കൂടുതൽ വർത്താനം പറയാൻ അറിയാം എന്റെ ഹബീൽദാരിയെ കുറിച്ച്. അച്ഛൻ ഇങ്ങനെ ചെയ്യണത് ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഹബീൽദാർ ചെയ്യുന്നൊക്കെ നിനക്കെങ്ങനെ ഓർമ്മ വരും? നീ ഈ വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? നിനക്ക് നാട്ടിൽ ഓട്ടം അല്ലായിരുന്നു. എനിക്ക് ദേഷ്യം വരൂട്ടമ്മേ. ഓ പിന്നെ എന്ത് പറഞ്ഞാലും അവളൊക്കെ ചാടി കളിച്ചു എന്റെ ജോലി നോക്കി നീ. അമ്മേ എന്തിനാണ് അമ്മേ ഈ ചെയ്തികളൊക്കെ ചെയ്യണം? എനിക്ക് വയ്യ. നീ എന്തോ പറഞ്ഞത്? അല്ല ഇതിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. കാര്യമില്ല. എടീ രാമായണ മാസം എന്ന് പറഞ്ഞാല് ചേട്ടാ പോന്നാണ്, അറിയാമോ? ചേട്ടാ പോ ചേട്ടാ. തന്നെ അതായത് ഈ രാമായണ മാസമെന്നും കർക്കിടക മാസമെന്നും ഒക്കെ പറയാം. ഈ വീട്ടിലുള്ള പഴയ സാധനങ്ങളെല്ലാം അടിച്ചു വാരി വല്ല മുറത്തില കൊട്ടയില വട്ടിയിലാക്കി വഴി കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പം നമ്മുടെ അശുദ്ധി എല്ലാം മാറും. എന്നിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരണം ഓണത്തോടു കൂടി ചിങ്ങമാസം പറക്കുമ്പോ. അല്ലമ്മേ അപ്പൊ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ എടുത്ത് കളയണോ? ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങൾ കൊണ്ട് കളയണം. എന്നിട്ട് എന്താ ഈ നാത്തിനെ കൊണ്ട് കളയാത്തെ? ഇങ്ങോട്ട് മാറും. ഒരു നിവർത്തിയില്ലല്ലോ രണ്ടിനെയും കൊണ്ട്. ഞാൻ തമാശ പറയാം. അങ്ങനെ തമാശിക്കണ്ട. ഈ മാസം എന്ന് പറഞ്ഞാല് പരിപാവനമായ ഒരു മാസമാണ്. ഈ മാസത്തിൽ എന്റെ ഹബീൽദാർ വെടിവെക്കത്തില്ല. നിനക്കറിയാമോ ശത്രുക്കളെ കണ്ട? ദൈവമേ ഭാഗ്യം അച്ഛൻ മരിച്ചു പോകാതിരുന്നത്. എന്റെ ദൈവമേ അമ്മ തോപ്പിക്കുള്ളൂ മനുഷ്യനെ. കനകനെ കണ്ടില്ലല്ലോ ഇതുവരെയും. ആർക്കറിയാം. അമ്മ ഏതായാലും ഒരു കാര്യം നന്നായിട്ടോ, ആ പഴയ തുണിയൊക്കെ എടുത്ത് കളയാൻ തീരുമാനിച്ചല്ലോ. പിന്നെ കുറെ പഴയ തുണികൾ എടുത്ത് കളയണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാം കളഞ്ഞോ? പിന്നെ അതിനിപ്പോ എന്തിനാ? ദൈവമേ ആവശ്യമുള്ള തുണിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തരായിരുന്നില്ലേ? എന്തിനാ? അവള് പഴയത് പറക്കാൻ നടക്കുന്നു. ഇവിടെ നിന്ന് പറക്കി എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയാൻ നോക്കുന്നു. ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസി. അമ്മേ ഇനി എനിക്ക് വയ്യ, സത്യമായിട്ട് മയ്യ. എടുക്കടി എടുക്കത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പുറത്ത് പോയി ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും മന്നം എടുക്കങ്ങോട്ട്. അവൾ ഇവിടെ ഒന്നും സഹായിച്ചില്ല. അപ്പൊ നമ്മളവിടെ പോയി സഹായിക്കണ്ടേ? എടുക്ക. പിന്നെ ഇനി അവിടെ ഞാൻ മന്നോ, എനിക്ക് ഇല്ലല്ലാതെ മര്യാദക്ക് എടുത്തോ എന്റെ കൈ മേടിക്കാണ്ട്. ഞാൻ അടിമേ. അതെ നീ കുപ്പിന്ന് വന്ന് ഊതെടുക്ക. എനിക്ക് പൊന്നല്ലേ എടുക്ക്. ഇതും കൂടി കഴിഞ്ഞ ആ മുറിയും കൂടി ഉള്ളത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് പോയി ശരി. നീ അവിടെ പോണ്ടേ? മതി ഇത്ര വൃത്തിയൊക്കെ മതി. ഇത് എന്തുന്നത് കാണുന്നില്ലല്ലോ. അതാണ് ഞാൻ. ഓ ഇനിയിപ്പോ അത് കാണാൻ ഇടക്കിടക്ക് അവനെ കാണുന്ന എന്താന്ന്? ഞാനില്ല എന്നെ കണ്ടു വെച്ചിട്ട് നേരം. വാങ്ങി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് വരെ. ഇതെന്തേണ്ടേ? അതുകൊണ്ട് വരെ. തലയിച്ചോ. ഹലോ എന്താ ഫാസിലേ? അമ്മാവനോ? എവിടെ? ശരി ഓക്കെ. വണ്ടി വിട് വണ്ടി പോകാൻ ഞാൻ കേറട്ടെ. നേരെ ഇരിക്കുന്നു. വീട്ടിലേക്കാണ്. വീടാണ്. ആ കനലിൽ വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ട് നിറക്കി? ഇങ്ങോട്ട് കൊണ്ടുപോകാനാണ്. വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്കാ. എന്റെ വീട്ടിലേക്ക് അവിടെ കിടന്ന് വെള്ളം ഇറങ്ങാതെ ചേത്ത ആര് സമാനം പറയാനാണ്? ഞാൻ അവിടെ കടന്നോട്ട് മതിയായിരുന്നില്ലടാ പുല്ലേ. എന്താ അമ്മാവൻ അടിച്ച് മൂത്തിട്ട് നമ്മുടെ പോസ്റ്റ് ഊരാൻ നോക്കണം വഴിന്ന്. എന്തിനാ ഈ പോസ്റ്റിന്റെ ബോർഡിലൊക്കെ? ഊരിതല്ലടാ ചാരീതാ. തുറന്ന അമ്മാവൻ ഫുൾ ടൈം ബാറില്ല. നിന്റെ കാശ് കൊണ്ടല്ല. കനക നാളെ നിങ്ങളുടെ കർക്കിടക മാസോ രാമായണ മാസം എന്തെങ്കിലും തുടങ്ങണണ്ട? നാളെ രാമായണ മാസം തുടങ്ങണം. ഒരു മാസത്തേക്ക് ഇനി കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കമ്പനി കൂടിയതാണ്. ഓ അത് ശരി. അപ്പൊ ഒരു മാസത്തേക്കുള്ള മൊത്തം വീശിയല്ലേ? ഏത് ടീമിന്റെ കൂടെ ബൈജു കർത്തണ്ടായി. പിന്നെ ശ്രീകുമാറില്ലേ ചവറേന്ന് വന്ന് താമസിക്കണ തല്ലിപ്പുള്ളി ജെപിയുടെ കൂട്ടുകാരൻ. അത് തന്നെ ആ സിമ്മിന്റെ കച്ചവടമുള്ള അവനുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കോട്ടിട്ട് നടക്കണവനുണ്ട് കിള്ളിപ്പാലം ബൈജു. അവനൊക്കെ എത്ര അടിച്ചാലും വീട്ടിലെത്തും. അത് മാത്രം അവൻ വെളുപ്പിന് തന്നെ ഗുഡ് മോർണിംഗ് വിടും വാട്സാപ്പില്. അവൻ അവിടെ ഇട്ട് പട്ടികാക്കിയാണ്. ഞാൻ തൊട്ടില്ല. ടീമിന്റെ കൂടെ കൂടെ വണ്ടി ഓടിക്കല്ലേടോ. ഒന്നെ കുടുംബത്തിൽ ഉപ്പൂലാടെ വഴി കള്ളു കുടിക്കാൻ പോകുമെങ്കിൽ അണ്ടോറിട്ടൂടെ അമ്മാവ. അങ്ങോട്ട് നടക്കുന്നത്
അമ്മ അവിടെ ഇരിക്കണം നോക്കണം. നല്ല നടക്കുന്നു. അമ്മ ഇതല്ലേ അമ്മ കാണട്ടെ. അമ്മ കണ്ടോട്ടെ. ഞാനല്ല ഫാസിലാണെന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ടാ അമ്മാവനാന്നോ ഞാൻ നോക്കൂല. അതെ നോക്കേ, ഇവിടെ വേഷം കെട്ടെടുക്കാന്ന് ഞാൻ അമ്മേനെ വിളിക്കൂട്ടാ. ഓ ഇത് എന്ത് പട്ടി സാധനം അടിച്ചേക്കണം നാറ്റം. ഞാൻ അങ്ങോട്ട് എന്ത് ചേച്ചി അറിയും. ചേച്ചി അറിയട്ടെ. ചേച്ചി അറിഞ്ഞ മാനം പോകണം. ഞങ്ങള് നിന്റെ കള്ള് കുടിച്ചിട്ട് റോട്ട് കിടക്കാണെന്നുള്ളത് അമ്മ അറിയട്ടെ. നടക്കാണ്ട് ഞാൻ ഇവിടുന്ന് വരില്ല. വിട് 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 നടക്കട്ടെ നടക്കട്ടെ. വിട്ട് വിട് പുള്ളി നടന്നോളൂ നടന്നോളൂ. ഞാൻ നടക്കാം. വിട്. ഞാൻ വരില്ല. ചത്താലും ഞാൻ വരില്ല. എന്താണെന്ന് തുണിയും തൂപ്പൂല്ലാതായിരുന്നു പട്ടി നക്കിയ മനുഷ്യനെ. വേണ്ട വീടിന്റെ പിന്നമ്പുറത്തേക്ക് അങ്ങോട്ട് അതിൽ കൊണ്ടുപോകാം. അവിടെ നിന്റെ വീട്ടിലോട്ട് എന്നാ ചുമന്നോ ചുമന്നോ. കാല് പൊക്ക് കാല് പൊക്ക് കാല് പൊക്ക്. ഒന്നാക്കി ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമ ജയ. ഇന്നലെ കള്ളും കുടിച്ച് തലകുത്തി മറിഞ്ഞ് വന്ന ആളാണ്. ഇരിക്കണ ഇരിപ്പ് നോക്ക്. ശ്രീരാമനപം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുക മടിയാതെ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുക മടിക്കാതെ. ഒരു ഭക്തി കണ്ടില്ലയോ? ഇന്നലെ നടന്നത് വല്ലതും നിനക്ക് ഓർമ്മയുണ്ടോടാ അഴകേശ? മിഥുനത്തില് നടന്നു ഒന്ന് കർക്കിടകത്തിൽ ഓർക്കാൻ പാടില്ല ചേച്ചിയെ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുക മടിക്കാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. അഴകേശ, നിന്റെ ഈ രാമായണ പാരായണം കേൾക്കുമ്പോഴേ എനിക്ക് നമ്മുടെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. സത്യം, അതേ ശബ്ദം. രാമ ശ്രുതിയോടെ വന്ദ്യന്മാരെ കാരണനായകന നായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. ഡീറ്റസ് എവിടെ? അല്ല, അത് ഈ മാസം മീനും ഇറച്ചിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവൻ പാലാക്കി വിട്ടു. എവിടേക്കാച്ച പോട്ടെ എവിടേക്കാച്ച പോട്ടെ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. അല്ല ജമജൻ, നിന്റെ മുഖം തട്ടി വല്ലാതിരിക്കുന്നത് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഇത്. അതിപ്പോ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചില്ല, അതിന്റെ ക്ഷീണാവും. ഇന്നലെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അതിന് ഇന്നലെ നടന്നല്ലോ നിനക്ക് ഓർമ്മയുണ്ട്? നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നാടാ ഇന്നലെ? വാരണമുഖന്റെ മമ വാരണമുഖന്റെ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനോളം വന്ദിക്കുന്നേ. നിനക്കൊന്ന് പോണ്ടേ? പോണം, അതിനിപ്പോ ഇത് കഴിയണ്ട. ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന. അല്ല, ഇതിപ്പോ കഴിയും. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കണ്ണി ഇങ്ങനെ വായിക്കുക. അങ്ങനെ കർക്കിടക മാസം അവസാനത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പട്ടാഭിഷേകം വായിക്കും. അപ്പൊ നമുക്ക് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കും. എന്നും ഇത് മുടങ്ങാണ്ട ചെയ്യണം. ഞങ്ങളുടെ അച്ഛനുള്ള കാലം മുതലുള്ളതാണത്. എന്നാ പോവാൻ റെഡി ആയിക്കോ. ശ്രീരാമനാമം പാടി വന്ന വെങ്കിളി പെണ്ണെ ശ്രീരാമചന്ദ്രൻ നീടുക മടിക്കാതെ പൈതൽ താനും നീ ഈ ഭാഗം കൂടെ വായിച്ചിട്ട് കയറി വാ. ചായ എടുത്തോളൂ. ഞാൻ വരാം. ചായ എടുത്തോളൂ. ചായ എടുത്തോ. ചായ എടുത്തു. മധുരത്തിൽ കുറച്ച് മതിയേ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ജമന്തിയെ, ഈ വിളക്കെടുത്തിട്ട് അങ്ങോട്ട് ഫോട്ടോത്തിന്റെ അങ്ങോട്ട് വെച്ചോളൂ. ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചാ. രാമ രാമ രാമ.